കാര്യത്തിൽ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി ഹരീഷിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയാണ്. എന്തായാലും അവനെ ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം, അതല്ലേ സുഭാഷിട്ട എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, എന്നാലും എന്നെക്കാളും ഒരു ഇളയ ഒരു കൊച്ചു എൻ്റെ മോനെ പോലെ സ്ഥാനമുള്ള ഒരു ചെറുക്കനാണ് എൻ്റെ അടുത്ത് ഒന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കണേ. എൻ്റെ മക്കൾ പോലും ഇതുപോലെ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. ആ സ്ഥിതിക്ക് എനിക്ക് അവൻ്റെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ. അവനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് നീ വീട്ടിൽ വരണം, കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, അത് ശരിയാ, അവൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കുക തന്നെ ചെയ്യാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷ് മിണ്ടാതെ നിൽക്കുക. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അവർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവന് ഇഷ്ടമുണ്ടെങ്കിൽ ആ പെണ്ണ് ഈ വീട്ടിൽ ഇരിക്കുമെന്ന്, എന്തായാലും അത് എന്നെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പുറത്ത് വന്ന് നിൽക്കുന്നത് നീതുവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഹരീഷിൻ്റെ അമ്മായിയൊക്കെ ഉണ്ട്. കൂടെ വന്ന് പറയുക, എന്തായാലും ഇത്രയും ദിവസമായിട്ട് ഈ വീട്ടിനെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾ വാഴാത്ത വീട്. അതുമാത്രമല്ല ഈ വീട്ടിൽ നരക തുല്യമായിരിക്കുക. എൻ്റെ മോള് പോലും ഇവിടെ ആഗ്രഹിച്ചിട്ട് പോലും കെട്ടിച്ചു കൊടുക്കാതിന് കാര്യം തന്നെയാണ് നിങ്ങളിവിടുത്തെ കഷ്ടപ്പാട് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി ഈ വീടിനെക്കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ബഹളത്തിന് വരികയാണ്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുക എല്ലാവരും. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുക, നീ ആരാടി ഇങ്ങോട്ട് വന്ന് വഴക്കൂടാൻ, ഇനി എൻ്റെ മുറ്റത്ത് നീ കാലി ചവിട്ടരുത്. അപ്പോഴത്തേക്കും എനിക്ക് അവകാശം കൂടെയുള്ള വീടാണ്. ഏത് അവകാശം? നിനക്ക് അവകാശം തന്നൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നീ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞാനും എൻ്റെ മക്കളും താമസിക്കുന്ന വീടാണ്. നീ ആര് പറഞ്ഞ് ഇവിടെ വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു പ്രശ്നം അറിഞ്ഞു, അതാ വന്നത്. ഇങ്ങയുടെ മോൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മോൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഉപദ്രവിച്ച് വിട്ടെന്ന് പറഞ്ഞു. ആര് ഉപദ്രവിച്ചു, എന്തിനു വന്നു, അതൊക്കെ അറിയാവോ? അത് എനിക്കറിയാം. എന്തായാലും നിങ്ങളെ മോൻ വളച്ചെടുക്കുകയില്ലേ കാണുന്ന പെൺപിള്ളേരെ എല്ലാവരെയും. അതല്ലേ ജോലി ഇവിടെ ഉള്ളവരെ. ആരെയും കല്യാണം കഴിപ്പിച്ച് വിടുവോ? അതിന് പകരമായിട്ട് മക്കളെ ഓരോ പ്രേമിച്ച് കൊണ്ടുവരാനല്ലേ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഭാസ്കരൻ പറയുക, നിൻ്റെ മോക്ക് അതിന് യോഗമില്ലെന്ന് പറഞ്ഞ് നീ ബാക്കിയുള്ളൊരു കുറ്റം പറയാതെ, നിൻ്റെ കാര്യം നമുക്കറിയാം, നീ നാട്ടുകാരെ വിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുക ഭാസ്കരൻ. ഇത് കേട്ടിട്ട് ഗംഗാധരൻ വരുന്നുണ്ട്. ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ നടന്നില്ലേ, കവലയിലും സംസാരമുണ്ട് ഈ വീടിനെക്കുറിച്ച്. ഏതായാലും ഈ കൊച്ചി ഇവിടെ വന്ന് കയറി പിന്നെയും ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണല്ലോ. പിന്നെയാണോ ഇനി അടുത്ത ഒരു കുട്ടി വരുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടും പ്രശ്നം നടക്കാൻ പോകുമല്ലോ. അതുകൊണ്ട് ഇനി ഈ കൊച്ചിൻ്റെ അച്ഛനും വന്ന് നിൽക്കുന്നത്. ഇനി മേലാലേ ഇവിടുത്തെ ഒരു പ്രശ്നവും പറഞ്ഞുകൊണ്ടോ, അത് മാത്രമല്ല അവളെ ബേക്കിന്ന് ഹരീഷ് നടക്കാനും പാടില്ല എന്നൊക്കെ വന്ന് പറയുക. അത് നീ ആരാ പറയാൻ? നീ ആരും അല്ലല്ലോ. അവൻ ചിലപ്പം പ്രേമിച്ചാൽ കല്യാണം കഴിക്കുകയും ചെയ്യും. അതിന് ആരുടെടുത്തും പറയേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വന്ന് പറയുക നിധി, നിങ്ങൾ ഈ വീടിനെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? അത് നേരത്തെ ആയിരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുക, ഇനി നിങ്ങൾ പറയേണ്ട ഒരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേറി പോയിട്ട് സുധീഷിനെ വിളിച്ചുകൊണ്ട് പോവുക. സുധീഷ് പറയാം, ആ താലി എവിടെയാണെന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ ആ താലി വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് കഴുത്തിലിട്ടിട്ട് പറയും, ഈ താലി എന്നാണോ എൻ്റെ കഴുത്തിൽ കയറി അന്ന് മുതൽ ഈ വീട് നേരത്തെ പോലെയൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഈ അവകാശങ്ങളോ ഒന്നും പറഞ്ഞിട്ട് ഈ വീടിനകത്ത് ബഹളം വയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കും, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ടിരിക്കുക. നിധിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേട്ടിട്ട് ഭാസ്കരനും സുഭാഷും നിതീഷും എല്ലാവരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. ഭയങ്കരമായിട്ട് സന്തോഷം എന്ന് വെച്ചാൽ സുധീഷിനാണ്. വീണ്ടും ആ താലി വാങ്ങിച്ച അണിയുകയും അതുപോലെ തന്നെ എന്തോ ഇഷ്ടം അവർക്ക് തോന്നി തുടങ്ങിയോ എന്നൊക്കെ തോന്നിയിട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് നിൽക്കുക സുഭാഷ്. അതുപോലെ തന്നെയാണ് സുധീഷിൻ്റെ നിൽപ്പ് കണ്ട് എല്ലാവരും നോക്കുകയും ചെയ്യുന്നുണ്ട് അനിയന്മാർ. എന്നാൽ ഇത്രയും പറഞ്ഞതും ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി വിറച്ച് നിൽക്കുക. അവൾ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുക അമ്മായി. അങ്ങനെ അവരെല്ലാം നാണം കെട്ട് കുനിഞ്ഞ് നിൽക്കുക, ഒന്നും പറയാനില്ല. വീണ്ടും നിധി പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത്, എനിക്കത് ഇഷ്ടമില്ല. അത് മാത്രമല്ല ഇവരെ കുറ്റം പറയണതും എനിക്കിഷ്ടമില്ല. എൻ്റെ വീട്ടംഗങ്ങളെ കുറ്റം പറയാൻ നിങ്ങളാരാ? ഈ വീട്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ. അതൊക്കെ ഇനി പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും കണ്ട് ഞെട്ടണം നിങ്ങളെല്ലാവരും. അതുപോലെ തന്നെ ഹരീഷ് ഒരു കൊച്ചിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കുകയും ചെയ്യും. അത് അവൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനും ആര് തടസ്സമൊന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത്, ഹരീഷ് പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സന്തോഷത്തിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഇട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയാലോ. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ബീച്ചിൽ തന്നെ പോവാം, അവിടെ ആകുമ്പോൾ നമുക്ക് കുറേ നേരം കളിക്കുകയും കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ, പള്ളിയൊക്കെ ഉണ്ട്, പള്ളിയിലൊക്കെ പോയിട്ടും വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരാണെങ്കിൽ ഒരു യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ആഹാരമൊക്കെ വെച്ച് കൊണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചെങ്കിലും പിന്നെ വിചാരിച്ചു പുറത്തൊക്കെ ആഹാരമൊക്കെ കഴിക്കാം, അപ്പോൾ റെസ്റ്റാണ് സുഭാഷ് ചേട്ടൻ ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ബീച്ചിലോട്ട് പോവുക. ബീച്ചിലാണെങ്കിൽ അവരാണെങ്കിൽ പോയി എത്തിയതും എല്ലാവരും കൂടെ ഭയങ്കര കളിയും ചിരിയുമായിട്ട് ഇങ്ങനെ നടക്കുക.